കോഴിക്കോട്ടെ ATM കൗണ്ടറിലെ മോഷണ ശ്രമത്തിനിടയ്ക്കുള്ള ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. ATM കൗണ്ടറിന് സമീപമുള്ള മെഡിക്കൽ ഷോപ്പിലെ ക്യാമറ തിരിച്ചുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ATM കൗണ്ടറിന് നേരെ ഉണ്ടായിരുന്ന ക്യാമറയാണ് പ്രതി തിരിച്ചുവച്ചത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? മോത്തി, ഗുഡ് മോർണിംഗ്. നമ്മൾ കണ്ട ഈ CCTV ദൃശ്യം, അതായത് പറമ്പിൽക്കടവ് പാലത്തിന് സമീപത്തുള്ള ഹിറ്റാച്ചി ATM-ലാണ് ഈ പ്രതിയായിട്ടുള്ള മലപ്പുറം മുതുക്കുകൾ സ്വദേശി വിജേഷ് ഇന്ന് പുലർച്ചെയോടെ ഒരു മോഷണ ശ്രമം നടത്തിയത്. ആ ATM കൗണ്ടറിന് തൊട്ടടുത്തൊരു ജ്വല്ലറിയാണുള്ളത്. ആ ജ്വല്ലറിക്ക് സമീപത്തൊരു മെഡിക്കൽ ഷോപ്പുമുണ്ട്. ഈ ജ്വല്ലറിയിലും മെഡിക്കൽ ഷോപ്പിലും CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ പ്രതി ചെയ്തത് ഈ ATM കൗണ്ടറിലുള്ള CCTV ക്യാമറയിൽ ഫോഗ് അടിച്ചുകൊണ്ട് ആ ക്യാമറ പൂർണ്ണമായിട്ടും കാണാത്ത രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് ഈ ജ്വല്ലറിയിലെ CCTV ക്യാമറ തിരിച്ചുവെച്ചു. ATM കൗണ്ടറിന് ഭാഗത്തു നിന്നും തിരിച്ചുവെച്ചു. തൊട്ടപ്പുറത്ത് നേരെ കാണുന്ന മെഡിക്കൽ ഷോപ്പിലുണ്ടായിരുന്ന CCTV ക്യാമറയും അവിടെ നിന്ന് തിരിച്ചുവെച്ചു എന്നുള്ളതാണ് ഈ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. രണ്ട് ക്യാമറകളും ഒരു തരത്തിലും കാണാത്ത രൂപത്തിലേക്ക് മാറ്റിയതിനു ശേഷമായിരുന്നു ഇദ്ദേഹത്തിന്റെ കവർച്ചാ ശ്രമം. ഇതിൽ പോലീസ് പ്രധാനമായിട്ടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം 40 ലക്ഷത്തോളം രൂപ കടബാധിതനാണ്. ഷെയർ മാർക്കറ്റ് അടക്കമുള്ള സംവിധാനങ്ങളിൽ പണം നിക്ഷേപിച്ച് കടം കയറിയ ആളാണ്. അവസാനം ഇതാണ് വഴി എന്ന രൂപത്തിലാണ് അദ്ദേഹം ATM കവർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയതെന്ന് പോലീസ് പറയുന്നു. ആദ്യമായിട്ടാണ് ശ്രമം നടത്തുന്നത് എന്നും പോലീസ് പറയുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഡമ്മി ATM ഒക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി അത് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് മോഷണ ശ്രമം നടത്തുന്നതിന്റെ രീതിയൊക്കെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം ATM കൗണ്ടർ പൊളിക്കാനായിട്ട് വന്നത്. അവിടെ ഈ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ATM കൗണ്ടറിന്റെ ഒരു മുറിക്കുന്ന സമയത്താണ് ഈ പോലീസ് പുറത്തുണ്ടായിരുന്ന കൺട്രോൾ റൂമിലെ പോലീസ് ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. ആ സമയത്ത് അവിടെ ലൈറ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഷട്ടർ പകുതി താഴ്ത്തിയ നിലയിലുമായിരുന്നു. ഉടനെ തന്നെ വിജേഷിനെ കണ്ട ഉടനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞാൽ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുകയും ചെയ്യും. ഷെയർ മാർക്കറ്റ് ഉൾപ്പെടെ മറ്റു പലരോടും കടം വാങ്ങിയതുൾപ്പെടെ 40 ലക്ഷത്തിലധികം രൂപ ഇദ്ദേഹത്തിന് കടമുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ATM കവർച്ചയിലേക്ക് അദ്ദേഹം എത്തിയത് എന്നും പറയുന്നു. എന്തായാലും പണമൊക്കെ നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ പോലീസിന് അവിടെ എത്താനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.